രാധ, വിരജ, ഭൂദേവി എന്നിങ്ങനെ 3 സഖിമാർ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നാൽ ഭഗവാന് ഏറ്റവും പ്രിയം രാധയോടായിരുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണൻ വിരജയോടൊപ്പം ഒരു ഏകാന്ത നികുഞ്ചത്തിൽ വിഹരിക്കുകയായിരുന്നു. മറ്റ് സഖിമാരിൽ നിന്നും ഈ കാര്യം അറിഞ്ഞ രാധ വളരെ ദുഃഖിതയായി. അപ്പോൾ രാധ ഒരു രഥത്തിൽ കയറി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ അവിടേക്ക് പുറപ്പെട്ടു. അവിടെ ശ്രീകൃഷ്ണന്റെ ചങ്ങാതിയായ ശ്രീദാമാവ് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീദാമാവിനെ മറികടന്ന് രാധ അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീദാമാവ് രാധയെ തടഞ്ഞു. അതിൽ കുപിതയായ രാധ ശ്രീദാമാവിനൊപ്പം കലഹത്തിൽ ഏർപ്പെട്ടു. ആ കലഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാധയെ പേടിച്ച് വിരജ ഒരു നദിയായി പരിണമിച്ച ശേഷം ഗോലോകധാമത്തിൽ ഒഴുകുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷനായതും വിരജ നദിയായി മാറിയതും അറിഞ്ഞ രാധ സ്വന്തം നികുഞ്ചത്തിലേക്ക് മടങ്ങിപ്പോയി. തുടർന്ന് നദിരൂപം ധരിച്ച വിരജയെ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും മനോഹരിയായ യുവതിയായി രൂപാന്തരപ്പെടുത്തി. അതിനുശേഷം ഭഗവാൻ വിരജയുമായി രമിച്ചു. കാലക്രമേണ വിരജയ്ക്ക് 7 പുത്രന്മാർ